പഠിക്കുന്ന സ്ഥാപനത്തിനോട് നമ്മൾ നന്ദിയുള്ളവരാവണം. പഠിക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ചതായ സംഘടനകളോട് നമുക്ക് നന്ദിയുള്ളവരാവണം. ഏതൊരു സംഘടനയുടെ അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ അതിന്റെ അഡ്രസ്സിലാണോ നമ്മൾ പഠിച്ചിട്ടുള്ളത്, ആ ബോധം നമ്മൾക്കുണ്ടാവണം. അതാണ് ഞാൻ പറഞ്ഞത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയോടും സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ പോഷക സംഘടനകളോടും നിങ്ങൾ ഈ പഠിച്ച ഇവിടുത്തെ ഈ മഹത്താവുന്ന ഈ സ്ഥാപനത്തിനോട് മാത്രമല്ല, ഏതെല്ലാം സ്ഥാപനവുമായി കൊണ്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ആരൊക്കെ നിങ്ങൾക്ക് സൗകര്യം ചെയ്തിട്ടുണ്ടോ, ഇവരോടൊക്കെ നന്ദിയുള്ളവരാവണം. ആ നിലക്ക് മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിലുള്ള ഈ ഐക്യം അത് നഷ്ടപ്പെടുത്താൻ വേണ്ടി ആരും ശ്രമിക്കരുത്. അതൊരു കാലത്ത് നിങ്ങളിൽ നിന്ന് ആ പ്രവർത്തനങ്ങളിൽ നിന്ന് ഉണ്ടാവാൻ പാടുള്ളതല്ല. അപ്പൊ ഈ ഉമ്മത്തിന്റെ ഐക്യമൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിട്ട് നിങ്ങൾ ചെല്ലുന്നതായ മഹല്ലുകളിൽ വിശുദ്ധമാവുന്നതായ ദീൻ അഥവാ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്നതായ ഈ ആശയാദർശങ്ങൾ അതിന് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾ പഠിച്ചതായ സ്ഥാപനങ്ങളോടും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സഹായിച്ചവരോടൊക്കെ എന്നും നന്ദിയുള്ളവരായി കൊണ്ടിട്ട് വിശുദ്ധമാവുന്ന ദീന്റെ ആ ശരിയായ വാഹകൻ